അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഉലഹിയത്തിനെ സംബന്ധിച്ച് പറഞ്ഞാലും തീരില്ല. അത്രമാത്രം ഫളായിലുകളും നിയമങ്ങളും ഉള്ള ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ഇനി ദിവസം മണിക്കൂറുകൾ മാത്രമാണ് ഉലഹിയത്ത് അറുക്കാൻ ബാക്കിയുള്ളത്. പക്ഷേ ദിവസങ്ങളോളം പറയേണ്ട വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാലും അത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഇന്നും നാളെയും കൂടി പറഞ്ഞ് നമുക്ക് തൽക്കാലം ഉലഹിയത്തിൻ്റെ നിയമനിബന്ധനകൾ നിർത്താം എന്ന് ആഗ്രഹിക്കുകയാണ്. തലവാ ഉസ്താദ് പറയട്ടെ. അതുപോലെ തന്നറക്കുന്ന നാടും വിറ്റത് നഖിലും ഹറാമാണെന്നാണ് വിധിയും വന്നത്. ബഫളിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, 207 പേജ് അതിൽ പറയുന്നതാ. ഉലഹിയത്ത് അറുക്കപ്പെട്ട മൃഗം, അതിൻ്റെ മാംസം മറ്റുള്ള സ്ഥലത്തിലേക്ക് നീക്കം ചെയ്യാൻ പറ്റുമോ പറ്റൂലേ? അത് ഫുള്ളും നീക്കം ചെയ്യൽ ഹറാമാണ്. ഖാല ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് വയഹ്റുമു നഖ്ലുഹാ അൻ ബലദ് തൽഹിയ. ഉലഹിയത്തിന്റെ നാട്ടിനെയും വിട്ട് അതിൻ്റെ മാംസം നീക്കം ചെയ്യൽ ഹറാമാണ്. അത് ഫുള്ളും ഹറാമാണോ? അതേ കുറച്ചേ ഹറാമുള്ളൂ. വഫിൽ ഖലാഇദി ഐ മാ വജബ തസദ്ദഖു ബിഹി യതസദ്ദഖു ബിഹി അലാ അഹ്ലി മൗളിഇഹാ. അതിൻ്റെ ഒരു ഭാഗം തീർത്തും മറ്റു നാട്ടിലേക്ക് നീക്കം ചെയ്യൽ ഹറാമാണ്. അതിൻ്റെ നീക്കം ചെയ്യൽ ഹറാമാണ്. ഒരു ഭാഗം നാട്ടിൽ എവിടെയാണോ അറുക്കപ്പെട്ടത് ആ നാട്ടിൽ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നീക്കം ചെയ്യാം. ഇത് വയഹ്റുമു നഖ്ലുഹാ മിൻ മഹല്ലി വുജൂബിഹാ ഇലാ മഹല്ലിൻ ആഖറ മഅ വുജൂദിൽ മുസ്തഹിഖീന ബിമഹല്ലിഹാ. ഉലഹിയത്ത് അറുക്കപ്പെട്ട ആ സ്ഥലത്ത് അത് വാങ്ങാൻ ഉള്ള മുസ്തഹിഖീങ്ങളായ ആൾക്കാർ ഉള്ളതോടുകൂടെ മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യൽ ഹറാമാണ്. സകാത്തിലും അതുപോലെ ആ വിധി എന്ന് നോക്കാം സുഹൃത്തെ കുർദിയിൽ പറയുന്നു. സകാത്തിന്റെ വിഷയവും ഇങ്ങനെ തന്നെയാണ്, നീക്കം ചെയ്യാൻ പാടില്ല. അതിന് കാരണം എന്താ? ജനമാഗ്രഹം അതിലേക്ക് നീണ്ടിരിക്കുന്നതാ, അത് നീക്കലും ഒരു ദ്രോഹമായി തീരുന്നതാ. ഒരു സ്ഥലത്ത്, ഒരു വീട്ടിൽ, ഒരു സ്ഥലത്ത് ഉലഹിയത്ത് അറുക്കുന്നു എന്ന് കണ്ടാൽ അവിടെയുള്ള സാധുക്കളായ ജനങ്ങളൊക്കെ വിചാരിക്കും, എനിക്ക് എൻ്റെ വീട്ടിൽ ഈ ഉലഹിയത്തിൻ്റെ മാംസം കിട്ടും. അതേതുപോലെയാണ് സക്കാത്ത്. ഒരാൾ സക്കാത്ത് കൊടുക്കാൻ അർഹനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സക്കാത്ത് ആ നാട്ടിലുള്ള സാധുക്കൾക്ക് കിട്ടും എന്ന് സാധുക്കൾ ഇങ്ങനെ കാത്തിരിക്കും. കിട്ടാതിരിക്കുമ്പോൾ മാനസികമായി വിഷമിക്കുകയും ചെയ്യും. ഇത് വലിയൊരു ദ്രോഹമാണ്. അതുകൊണ്ട് സക്കാത്തിന്റെ മുതൽ നീക്കാൻ പാടില്ലാത്തതുപോലെ ഉലഹിയത്തിൻ്റെതും നീക്കാൻ പാടില്ല എന്നാണ് മഹത്തുക്കളുടെ അഭിപ്രായം. വഇൻദ അബീ ഹനീഫത യജൂസു നഖ്ലു സകാത്തി മഅൽ കറാഹത്തി. സക്കാത്തിന്റെ മുതല് നീക്കം ചെയ്യൽ ഹനഫി മദ്ഹബിൽ കറാഹത്താണ്. മുഹ്താജിങ്ങളായ ആൾക്കാര് അവിടെ ഉണ്ട് എങ്കിൽ കറാഹത്താണ്. വൽ മഷ്ഹൂറു അൻ അഹ്മദ അന്നഹു ലാ യജൂസു നഖ്ലുഹാ. അഹ്മദ് ഇമാമിന്റെ അഭിപ്രായ പ്രകാരത്തിൽ ഒരിക്കലും നീക്കം ചെയ്യപ്പെടാൻ പാടില്ല. ആ നാട്ടിൽ അതിനെ പറ്റിയ ആൾക്കാരുണ്ട് എങ്കിൽ, സ്വീകരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് എങ്കിൽ. ചുരുക്കി പറഞ്ഞാൽ അറുത്താൽ നാട്ടിൽ തന്നെ കൊടുക്കണം. എന്നാൽ അതിൻ്റെ ഒരു ഭാഗം നാട്ടിൽ കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളത് മറ്റുള്ള സ്ഥലത്തേക്ക് നീക്കം ചെയ്യാൻ പറ്റുമോ? അത് പറ്റും എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ചെയ്യലുമുണ്ട്. നമ്മുടെ ബന്ധുക്കളും അതേപോലെ അർഹതപ്പെട്ടവരൊക്കെ പല നാടുകളുണ്ടാകുമ്പോൾ അവിടെ ആ സ്ഥലത്തേക്ക് കൊടുത്തുവിടലുണ്ട്. പക്ഷെ തീർത്തും നാട്ടിൽ കൊടുക്കാതെ മറ്റു സ്ഥലത്തേക്ക് നീക്കുന്നത് തെറ്റാണ്, കുറ്റമാണ്. ഉലഹിയത്തിനറക്കുന്ന മാംസമിൽ നിന്ന് കൊടുക്കുന്നതും ശരിയല്ല കുഫാറിന്. കല്യൂബിയിൽ നീ നോക്ക്,
കൽയൂബിയിൽ നീ നോക്ക് നാലിൽ വന്നതാ 250 നാലും ചേർന്നതാ. അഖീഖയും അതുപോലെ കാഫിറിനൽപ്പവും കൊടുക്കണ്ട എന്നും ഉണ്ട് തുഹഫയിൽ നിയമവും. അത് സാധാരണ പലരും ഈ സമയത്ത് വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണത്. ഉളഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്താണ്. അഖീഖ എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്താണ്, ഒരു ചടങ്ങല്ല, വെറും ഒരു കർത്തവ്യമല്ല, വെറും ഒരു മൃഗത്തിനെ വാങ്ങിച്ചറത്തി വിതരണം ചെയ്യലല്ല. അതൊക്കെയാണെങ്കിൽ പറ്റും. പക്ഷെ ഇത് ആരാധനയാണ്. ആരാധനയാകുമ്പോൾ ആരാധനയുടെ ഭാഗത്തിലൂടെ തന്നെ സഞ്ചരിക്കണം. അതുകൊണ്ട് മറ്റുള്ള മതവിശ്വാസികൾക്ക് കൊടുക്കാൻ പാടില്ല. വഖറജ ബിഖൈദിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ എന്നുള്ള ഉപാധി കൊണ്ട് പുറപ്പെട്ടു. ഗൈറുഹും ഫലാ യജൂസു ഇഅ്താഉഹും മിൻഹാ ശൈഅൻ, ഒരു വസ്തു പോലും ഇതിന്റെ ലഹമിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂല. കമാ നസ്സബിൽ ഫിൽ ബുവൈത്തി റളിയല്ലാഹു അൻഹു. അഭിപ്രായ വ്യത്യാസമുണ്ട്. ജവാസു ഇത്ആമി ഫുഖറാഇ അഹ്ലി ദിമ്മത്തി ഫി ഉളഹിയ്യത്തി തതവ്വുഇ ദൂനൽ വാജിബി എന്ന് പറഞ്ഞ ഒരു ചർച്ച വരുന്നുണ്ട്. എന്താണ് ആ ചർച്ച? ഉളഹിയ്യത്തിന്റെ മാംസം ദിമ്മിയായ കാഫറിന് കൊടുക്കാൻ പറ്റുമോ? ദിമ്മിയ കാഫർ എന്ന് പറഞ്ഞാൽ 100% നമ്മളുടെ അധീനതയിൽ നിൽക്കുന്നവർ, എല്ലാ നിലയ്ക്കും നമ്മളോട് സഹകരിക്കുന്നവർ, വെറും ഒരു പേരിലല്ല, എല്ലാ നിലയ്ക്കും നമ്മുടെ അധീനതയിലുള്ളവർക്കാണെങ്കിൽ കൊടുക്കാം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതിന് ഇമാം അത്ഭുതപ്പെടുകയാണ്. എന്താണ് ഈ പറയുന്നത്? അവർക്ക് കൊടുക്കാമെന്നാണോ? ഫൽ ഹഖ്ഖു അന്നഹു ലാ യജൂസു ഇത്ആമു ദിമ്മിയീന മിനൽ ഉളഹിയ്യത്തി മുത്ലഖൻ ലാ തസദ്ദുഖൻ വലാ ഇഹ്ദാഅൻ. ഒരു നിലയ്ക്കും ഉളഹിയ്യത്തിന്റെ മാംസം കൊടുക്കാൻ പാടില്ല, അനുവദനീയമല്ല എന്നുള്ളതാണ്. എന്താ കാരണം? അത് ആരാധനയാണ്, ഇസ്ലാമിന്റെ ആരാധനയാണ്. ആ ആരാധനയിൽ മറ്റുള്ളവരെ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല, അത് പാടില്ല, മാറ്റി നിർത്തണം. അപ്പോൾ പലരും ചോദിക്കും, ഉളഹിയ്യത്തിന്റെ മൃഗം അറുക്കുന്ന സമയത്ത് അയൽവാസികളുണ്ട്, അവിടെ പലരും വരാൻ സാധ്യതയുണ്ട് മറ്റുള്ളവര്, എന്നാ പിന്നെ എന്ത് ചെയ്യും? അയൽവാസികളെല്ലാം ഒരു തൊട്ടടുത്ത അയൽവാസിയാണ്, അദ്ദേഹം മറ്റുള്ള മതത്തിൽപ്പെട്ട ആളാണ്. അത് കൊടുക്കാതിരുന്നാൽ ഒരു സൗഹാർദ്ദത്തിനോ അല്ലെങ്കിൽ അയൽവാസ ബന്ധത്തിനോ ഉലയൽ ഉണ്ടാകുമെന്ന് കണ്ടാൽ അതിന് മറ്റുള്ള മാർഗം സ്വീകരിക്കണം. ഇരയെ അറുക്കുന്ന സമയത്ത് മറ്റുള്ള പുറത്തു നിന്ന് അറുക്കപ്പെട്ട മാംസത്തിൽ നിന്ന് കുറച്ച് മാംസം വാങ്ങി വെക്കണം. ഇത് വിതരണം ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു കിറ്റം വിതരണം ചെയ്താൽ മതി. അപ്പോൾ അവർ വിചാരിക്കും ഉളഹിയ്യത്തിൻ്റെതാണെന്ന്, പക്ഷെ ഉളഹിയ്യത്തിൻ്റെ അല്ലതാനും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ലാ യജൂസു ഇത്ആമു കാഫിരിൻ മിൻഹാ മുത്ലഖാ, ഒരു നിലയ്ക്കും അനുവദനീയമല്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയങ്ങൾ നല്ലതുപോലെ സൂക്ഷിക്കുന്നതും അതുപോലെ ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. അഖീഖയും അതുപോലെ തന്നെയാണ്. അഖീഖ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന മാംസമാണല്ലോ, അതും പാടില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.